ആരും പറയല്ലേ അവനെ തണുപ്പത്ത് കിടത്തിയിരിക്കണമെന്ന്. അവന് തോന്നിയെടുത്ത് അവൻ കിടക്കും. അവൻ ഇങ്ങനെ നടക്കും. അവന് ഇഷ്ടമുള്ളപ്പോൾ അവിടെ അങ്ങ് ചായും മക്കള്. അങ്ങനെ അവന് തോന്നിയെടുത്താണ് അവൻ കിടക്കുന്നത്. അവന് ഏതെങ്കിലുമൊക്കെ പഴയ തുണി എടുത്തിട്ട് കൊടുത്താലും അവൻ ചെന്ന് അവിടെയും ഇവിടെയൊക്കെ മാറി തിരുതാ. ഇപ്പം എണീറ്റ് പോകണം കേട്ടോ. അവനെ കുറിച്ച് പറഞ്ഞെന്ന് തോന്നുന്നു അവന് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പം ഒന്ന് നീ വിളിച്ചു വരുത്തണേ. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ചെന്ന് കിടക്കുമായിരിക്കും. അതുകൊണ്ട് അവന് എന്താ ചെന്ന് ഇവിടെ കിടക്കണം. കൊണ്ടുപോയേ അവനിങ്ങനെ ഒരു 10 മിനിറ്റ് ഇടുമ്പോൾ ഇടം മാറണമെന്ന് തോന്നുന്നു. എടാ കുഞ്ഞാ, എടാ ഗുണ്ടപ്പ, എൻ്റെ തക്കരേ, അവ ഇങ്ങനെ മിണ്ടോതെ അനങ്ങാതെ കിടക്കണം. വേറെ ഒന്നുമല്ല, അവനെ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോടാന്ന് വല്ലതും പറയുമോ? റൂമിലല്ലേ. അതുകൊണ്ടുള്ള പേടിയാണ് കേട്ടോ. ഞങ്ങളില്ലെങ്കിൽ, ഞങ്ങളിപ്പോൾ കൂടെ ഉള്ളതുകൊണ്ട് എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം കണ്ട ചേട്ടൻ്റെ പണിയായുധങ്ങളും ഒയറും അതും ഇതും ഏതെങ്കിലും ഇവൻ കടിച്ചു മുറിച്ചാൽ അവൻ അങ്ങനെ ഇരിക്കുമ്പോഴേ. അതുകൊണ്ട് ഇപ്പം എന്തായാലും ഇവിടെ എനിക്ക് വിശ്വസിച്ച് കിടത്തിയിട്ട് എനിക്ക് മാറിയിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കിടന്നോളി. എൻ്റെ ഗ്രൈൻഡറിൻ്റെ ഒയർ അവൻ കടിച്ചു മുറിച്ച്. ഇതുവരെ ഞാൻ ചേട്ടനെ അറിയിച്ചില്ല. അരിയാട്ടാനും പറ്റാതിരിക്കുകയാണ്. ഇനി ഒയർ മാറ്റി തരാൻ ചേട്ടൻ അറിയാൻ പറ്റും. പക്ഷേ പുതിയ ഗ്രൈൻഡർ ഞാൻ ഒരു 6 മാസം പോലും ഉപയോഗിച്ചതല്ല. ഇനി ഞാൻ എങ്ങനെ ചേട്ടൻ്റെ തലയിലിട്ട് എന്ന് വെച്ചാൽ ചേട്ടൻ ഒരു ദിവസം അഴിച്ചു വിട്ട് ചാടിപ്പോ അടുക്കളയിൽ വന്ന് അത് പൊട്ടിച്ചതുപോലെ ആക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ പ്ലാന് നിങ്ങൾ മാത്രമേ അറിയാവൂ, വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് ചേട്ടനെ കാണാതെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം ആട്ടണയൊക്കെ മിക്സിയിലാണ്. അപ്പത്തിന് മാത്രമേ ആട്ടാറുള്ളൂ. ബാക്കി ദോശയ്ക്കും ഒക്കെ ഉള്ളത് മാവ് മേടിക്കാറേ ഉള്ളൂ. അങ്ങനത്തെ അവസ്ഥകളിലൂടെയൊക്കെയാണ് നമ്മൾ ഓരോ അവസ്ഥകളിലൂടെയാണ് കൊണ്ടുപോണേ. ആ അവസ്ഥയിൽ കൂടി ഇനി ആമയും കൂടി നമുക്ക് പറ്റിക്കാറുണ്ട്. ഞാനിവിടെ കൂട്ടിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വെളിയിലോട്ടാക്കാം. പാവം സ്വപ്നങ്ങൾ കണ്ട് തണുപ്പത്ത് എങ്ങനെ ഉറങ്ങുകയാണ്. തുണി അതാണ്ട് വെളിയിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ ഞങ്ങളെവിടെ ഇരിക്കുമോ അവിടെ വന്ന് ഇതുപോലെ കിടക്കും കേട്ടോ.